ഇതെന്താ 4 രൂപങ്ങൾ? അയ്യോ, ഞാൻ ശരിക്കും നെട്ടി, ഞാൻ നന്നായിട്ട് നെട്ടി. ഞാൻ എൻ്റെ പൊന്നു, അതെന്താ സാധനമോ? അപ്പോൾ പ്രേതത്തിൻ്റെ കളികളൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങി ഗൈസ്. അതാ ഹായ് ഹലോ എവരി വൺ. ഈ വീഡിയോ കാണാൻ വന്നിരിക്കുന്ന എല്ലാ ചങ്കുമച്ചാമാർക്കും വണക്കം. അപ്പോൾ ഈ വീഡിയോയിൽ ഓൺലി യു ആർ ഹിയർ എന്ന് പറഞ്ഞ ഹൊറർ ഗെയിമിൻ്റെ ഗെയിം പ്ലേ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ഹൊറർ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്നവർ ജംസ്കെയറൊക്കെ മിസ്സാക്കാണ്ടിരിക്കാൻ ഈ വീഡിയോ പരമാവധി സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം. എന്നാൽ പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല. സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗെയിമിൻ്റെ ഇൻ്റർഫേസിലെത്തി. സോ നമുക്കെന്നാൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദ ഗെയിം സേവ്സ് ഓട്ടോമാറ്റിക്കലി. ഓക്കെ, we created this game based on a story of a man who encountered an unusual dream during his illness. Many of the characters and situations were recreated from the story. ഓക്കെ, ഒരു മനുഷ്യൻ്റെ എന്തോ വയ്യാണ്ടായ അവസ്ഥയിൽ നിന്ന് അത് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. സോ നമുക്ക് കാണാം. എന്താ, ഇറ്റ് വാസ് എ ഡ്രീം. ഐ എക്സ്പെക്റ്റഡ് ആൻ ഇമ്മിനൻ്റ് ക്ലാഷ് കൊളീഷൻ നൗ. ഇപ്പോൾ എന്തോ ഇടിക്കാൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അല്ല, എക്സ്പെക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഓക്കെ, ട്രെയിൻ ഇടിക്കാൻ വരുന്നതാണ്. ഓക്കെ, വേക്കപ്പ്. ഓക്കെ, ട്രെയിൻ ഇടിച്ചു. അപ്പോഴത്തേക്കും ഇയാൾ സ്വപ്നമാണെന്ന് തോന്നുന്നു. സ്വപ്നത്തിൽ നിന്നപ്പോൾ ഉണർന്നു. അല്ല, ഇവിടെ ദീസ് ആർ നോട്ട് ജസ്റ്റ് ഫ്രാഗ്മെൻറ്റ്സ് ഓഫ് ഡ്രീം. ഐ ക്യാൻ മൂവ് ബട്ട് ഐ ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ദിസ് നൈറ്റ് മെയർ. ഓ ഗായ്സ്, അതെന്താ ഒരു കൈ ആ ഡോർ അടച്ചതുണ്ടോ നിങ്ങൾ? ഇതിൻ്റെ ഉള്ളിൽ പ്രേതം ഉണ്ടെന്നാണ് തോന്നുന്നത്. പ്രേതമാണ് ഇപ്പോൾ കൈ അടിച്ചെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഈ ട്രെയിനിൽ പാസഞ്ചേഴ്സ് ഉണ്ടോയെന്നും അറിയില്ല. സോ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് നോക്കാം. കൊള്ളാം, ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റൊക്കെ കൊള്ളാം. ഇതിപ്പോൾ ഈ ഡോർ അടിച്ചത് പാസഞ്ചറാണോ പ്രേതമാണോ ആർക്കറിയാം. എന്തായാലും പ്രേതം തന്നെ ആയിരിക്കും. ഓ, ആരോ ചുമയ്ക്കുന്നുണ്ട്. പാസഞ്ചറാ? ആരോ ചുമയ്ക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഈ ഡോറൊന്നും തുറക്കാൻ പറ്റില്ലല്ലോ. ഡോർ, ഓ, ഇവിടെ ഒരു ഓപ്പൺ ഡോറുണ്ട്. ഇങ്ങോട്ട് ദിസ് വിൻഡോ ലുക്സ് ലൈക്ക് എ ഡോർ. ഇറ്റ് ഓപ്പൺസ് വിത്ത് 4 keys. ഓക്കെ, ഓ അതെന്താ? ഓ, ഞാനൊന്ന് പതറിപ്പോയി. കൊള്ളാം. ഓ, ഒരുമാതിരി. എന്താ, ഐ എം ലോക്ക്ഡ് അപ്പ് ഇൻസൈഡ് മൈ ഡ്രീം. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പെട്ടുപോയി. സമ്മൺ ഈസ് ലീഡിങ് മീ ത്രൂ ദ ഡാർക്ക്നെസ്. ആരോ ഇരുട്ടിലൂടെ വഴി നടത്തുകയാണ് ഇയാളെ. വേർ ആർ വി ഗോയിങ്? ഓ, ഇയാൾ ചോദിക്കുക എങ്ങോട്ടാണ് നമ്മൾ പോകണമെന്ന്. എവറിത്തിങ് സീംസ് ഫെമിലിയർ ടു മീ. ഓ, എല്ലാം എനിക്ക് പരിചയമുള്ള പോലെയാണുള്ളത്. ടു വേക്ക് അപ്പ് ഐ ഹാവ് ടു ഓപ്പൺ ദ സ്മോൾ ഡോർ. ഓ, ആ ചെറിയ ഡോറ് ഓപ്പൺ ചെയ്യുന്നതാണ് പറയണ്ടത്. ഓക്കെ, ദ കീസ് വെർ ഹിയർ. ഓ, ആ കീ തപ്പണം തോന്നുന്നു ആ ഡോർ ഓപ്പൺ ചെയ്യാൻ. ഐ ഹാവ് ടു ഫൈൻഡ് ദം. ഓ, ആ കീ തപ്പണം. പറഞ്ഞ പോലെ ആ കീ തപ്പണം. ആ കീ ഇവിടെയാണുള്ളത്. സോ നമ്മൾ ഇതെന്താ? ഓ, നമ്മൾ ഇതുവഴിയാണ് വന്നത്. ഓ, ഇപ്പോൾ അത് ക്ലോസ്ഡ് ആയി. പോകാൻ പറ്റില്ലല്ലോ. അത് പോകാൻ പറ്റില്ല. ഇനി പുറത്തേക്ക് പോകാൻ പറ്റില്ല. സോ നമ്മൾ ഇവിടെ ആ കീ തപ്പണം. ഇവിടെ അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കീ തപ്പണം. കൊള്ളാം. ഒരു പ്രേത വീടിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. ഈസ് ദർ നോൺ ഹിയർ? ഓ, അയാൾ ചോദിക്കുകയാണ് ഇവിടെ ആരും ഇല്ലേന്ന്. ഇയാൾ ചോദിക്കുക. ഓക്കെ, ടാപ്പ് ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് സ്ക്രീൻ ടു എക്സ്പ്ലോർ ദ ഒബ്ജക്ട്സ്. ഓ, ഓക്കെ, ഇവിടെയൊക്കെ തപ്പാം. ഇതെന്താ? ഓക്കെ, ഐ ഹാഡ് സച്ച് എ ടോയ് ഇൻ മൈ ചൈൽഡ്ഹുഡ്. ഓ, ഇയാൾക്ക് ഇങ്ങനൊരു ടോയ് ഉണ്ടായിരുന്നു ഇയാളുടെ ചൈൽഡ്ഹുഡിൽ. ഓ, ഇയാളുടെ ഡ്രീമല്ലേ, ഇയാളുടെ മെമ്മറി അല്ലേ, അപ്പോൾ ടോയൊക്കെ കാണും. ഓക്കെ, ഇവിടെ ഇനി ഓ കൊള്ളാലോ. ഓ, അതെന്താ ഒരു റിങ്ങിങ് സൗണ്ട്? ഓ, ഈ ടെലിഫോൺ റിങ്ങാകുന്ന സൗണ്ടാണ് കേൾക്കുന്നത്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഓ, ഈ ഡോറും ക്ലോസ്ഡാണ്. ഈ ഡോർ ഇപ്പം എങ്ങനെ ഓപ്പൺ ആക്കുക? ഈ ഡോറിനും കീ തപ്പണ.
ഇവിടെ ഒരു ഡോർ ഓപ്പൺഡാണ്. ഇതെന്താ? വാഷ് ബേസൺ. ഓ ദർ സംതിങ് ഹിയർ. ഇവിടെ എന്തോ ഉണ്ട് എന്നാ പറയുന്നത്. എന്താണെന്നറിയില്ല. നമുക്ക് അത് പിന്നീട് മനസ്സിലാവുമായിരിക്കും. ഓക്കെ, ഇവിടെ എന്തോ ഉണ്ട്. ഒരു ലെറ്റർ ഉണ്ട്, ഇതെടുത്ത് നോക്കാം. യു ക്യാൻ ഫീൽ ദ ലുക്ക് ബട്ട് യു കാൺട്ട് സീ എനിവൺ എന്നാണ് പറയുന്നത്. നമുക്കാരോ കാണുന്ന പോലെ തോന്നും, നമ്മളെ ആരോ നോക്കുന്ന പോലെ തോന്നും, പക്ഷെ നമുക്കാരും കാണാൻ പറ്റില്ല എന്നാണ് ഈ ലെറ്ററിൽ പറയുന്നത്. ഓക്കെ, ഓ ഇതെന്താ? ദ ഐറ്റംസ് ടേക്കൺ ആർ ഡിസ്പ്ലേഡ് ഇൻ ദ ഇൻവെൻട്രി. ഓ ഇൻവെൻട്രിയിൽ നമ്മളെടുത്ത ഐറ്റം. ഓ നമ്മളപ്പോൾ ലെറ്റർ എടുത്തു. ഓ അപ്പോൾ ഈ ഇൻവെൻട്രിയിൽ നമുക്ക് ആ ലെറ്റർ കിട്ടും. ഇത് ആ ലെറ്റർ കിട്ടി. ഇങ്ങനെ 12 ലെറ്റർ നമ്മൾ കണ്ടെത്തണം ഗൈസ്. ഇങ്ങനത്തെ 12 ലെറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ 12 ലെറ്ററിൽ ഒരു ലെറ്റർ നമ്മളിപ്പോൾ കണ്ടെത്തി. അപ്പോൾ നമുക്ക് ബാക്കി 12 കണ്ടെത്താനുണ്ട്. ഓക്കെ, നമ്മളപ്പോൾ വഴിയെ അത് കണ്ടെത്തും. ഓക്കെ, ഇവിടെ റേഡിയോ ഉണ്ട്. അതൊരു സ്റ്റഡി ടേബിൾ പോലെ കൊള്ളാം. ഇതെന്താ? ടോയ്ലറ്റാ? കൊള്ളാം, ടോയ്ലറ്റ് കക്കൂസൊക്കെ ഉണ്ട്. കൊള്ളാം. ഈ ഒച്ചയാണ് ഗൈസ്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നൊന്നും അറിയില്ല. ഈ ഒച്ചയൊക്കെയാണ് എന്നെ വളരെ പേടിപ്പിക്കുന്നത്. എന്താ? ജസ്റ്റ് ബുക്ക്. ഇത് വേറെ ഒരു ബുക്കാണ്. നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇവിടെ ഒരു റൂമുണ്ട്. ഇതെന്താ? അതെന്താ? ഈ ബൾബ് പൊട്ടിയാ? കേറിയപ്പോൾ ബൾബ് അങ്ങ് പൊട്ടി. കൊള്ളാലോ. ദിസ് എലവേറ്റർ ഡോർ ഈസ് ഡ്രോൺ. ഈ എലവേറ്റർ ഡോർ വരഞ്ഞു വെച്ചേക്കുമെന്നാണ് പറയുന്നത്. വരഞ്ഞു വെച്ചേക്കുന്ന എലവേറ്റർ ഡോർ. വരഞ്ഞെന്തിനാ വെച്ചേക്കുന്നത് അറിയില്ല. പ്രേതക്കളിയല്ലേ ഗൈസ്. അപ്പോൾ ഇങ്ങനെ ചുമരുമ്മ കുത്തി വരഞ്ഞു വെച്ചേക്കുന്ന ചിത്രമൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്ത് പോവാം. ഈ ഡോറ് തുറക്കാൻ പറ്റില്ലല്ലോ എന്തായാലും. ഓക്കെ, ഈ ഡോർ എന്തായാലും തുറക്കാൻ പറ്റില്ല. നമുക്കപ്പോൾ ഈ ഡോറ് തുറക്കാൻ നോക്കാം. ഈ ഡോറ് തുറക്കാൻ പറ്റുമോ? നമ്മളപ്പോൾ ഈ ഡോറ് തുറന്നു. ഓക്കെ, നമുക്കെന്നാൽ മുമ്പോട്ട് പോകാം. അതെന്താ? ആരോ നമ്മുടെ പുറകിൽ നടന്നു വരുന്ന ഒരൊച്ച. ഓക്കെ, ഇവിടെ ഡോറുണ്ട്. ഇങ്ങോട്ട് കയറാം. ഇതെന്താ? ഐ റിമെമ്പർ ദ സ്മെൽ ഓഫ് ദീസ് വാൾസ്. ഇറ്റ് വാസ് എ ലോങ് ടൈം അഗോ. വി നീഡ് ടു ലുക്ക് അറൗണ്ട്. അതായത് ഈ ചുമരിൻ്റെ സ്മെല്ലൊക്കെ ഇയാൾക്ക് ഓർമ്മയുണ്ടെന്നാ എന്തെങ്കിലും ആട്ടെ. അപ്പോൾ ഇവിടെയൊക്കെ എന്താ തപ്പാണ്ടെന്ന്. ഇവിടെ നിന്ന് കീ കിട്ടുവാവോ? അവിടെ കുറേ ബുക്കുണ്ട്, ഒരു ഷെൽഫുണ്ട്. കൊള്ളാം. ഇവിടെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ദർ ആർ മെനി ബുക്സ് ഹിയർ. ഇവിടെ കുറേ ബുക്കുണ്ട്. വേറെ ഒന്നുമില്ലല്ലോ. ഒരു ക്ലോക്ക് ഉണ്ട്. ക്ലോക്കിൽ എത്ര സമയം? ക്ലോക്കിലിപ്പോൾ 5:30 സമയം. 5:25. ഓക്കെ, എന്തിലാട്ടെ. ഇവിടെ ഒരു ബുക്കുണ്ട്. ഇതെന്താ? ദർ ആർ ഡ്രൈഡ് ലീവ്സ് ബിറ്റ്വീൻ ദ പേജസ്. ഓക്കെ, ഡ്രൈഡ് ലീവ്സ് ബിറ്റ്വീൻ ദ പേജസോ? അതെന്താ? ഉണങ്ങിയ ഇല പേജസിൻ്റെ ഇടയിൽ ഇടുന്നതാ? അതെന്താ ഉദ്ദേശിച്ചേ? അറിയില്ല. എന്തായാലും നമുക്ക് ഇതെന്താ? ഇവിടെ ഒരു ബുക്ക്, നേച്ചർ ആൻഡ് ഡേർട്ട്. ഓക്കെ, നേച്ചർ ആൻഡ് ഡേർട്ടോ? ആ ബുക്കിൻ്റെ പേരാണെന്ന് തോന്നുന്നു ഗൈസ്. ബുക്കിൻ്റെ പേരാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ എന്തോ ഒരു പസിൽ പോലെ എന്തോ സാധനം. എന്താ? ടാപ്പ് ടു ഇൻട്രാക്ട് വിത്ത് ദ ഒബ്ജക്റ്റ്. ഇത് തൊടണം എന്നാണ് ഈ പസിൽ സോൾവ് ചെയ്യാൻ. ടാപ്പ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നമുക്ക് തൊട്ടോക്കാം. ഇതെന്താ? മനസ്സിലാകുന്നില്ലല്ലോ. ഓക്കെ, എന്താ തൊട്ടപ്പോൾ അവിടെ എന്തോ കാണിച്ച്. ഓക്കെ, ഇങ്ങനെയൊന്നും അല്ല ഇത് സോൾവ് ചെയ്യേണ്ടതെന്ന് അറിയും. ചുമ്മാ ട്രൈ ചെയ്തതാണ്. ഓക്കെ, ഇവിടെയൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ബുക്കുണ്ട്. വെരി സ്മോൾ പ്രിൻ്റോ? ചെറിയ ബുക്കാണെന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും. ഓക്കെ, കൊള്ളാം. ഇവിടെ ബ്ലാക്ക് ബോർഡ് കുറേ. ഇത് കണ്ടൊരു ക്ലാസ് റൂമിൻ്റെ ലുക്കുണ്ട്. ഇവിടെ ഇതിൻ്റെ ഓണർ വല്ല ട്യൂഷൻ സെൻറ്റർ വെച്ച് നടത്തിയ സ്ഥലമാണെന്ന് തോന്നുന്നു. കൊള്ളാം എന്തായാലും. എന്തിനാ? ഇവിടെ കുറേ പെയിൻറ്റിങ് ഉണ്ട്. ഇതെന്താ? ഐ ക്യാൻ ഗെറ്റ് എ ഗുഡ് ലുക്ക് അറ്റ് ദീസ് ഫേസസ്. അത് ശരിയാ, കുറേ പെയിൻറ്റിങ് ഉണ്ട്. പക്ഷെ എല്ലാം ബ്ലറാണ്. എന്തായാലും ബ്ലറാണെങ്കിലും കണ്ടാൽ കുറച്ച് പേടിപ്പിക്കുന്ന മുഖങ്ങൾ തന്നെയാണ്. നമുക്കിവിടെ നിന്ന് ഇനി ഒന്നും എടുക്കാനില്ലല്ലോ.
എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് പോവാം. ഓ ഈ സാധനമൊക്കെ കണ്ടാൽ പേടിയാവും പെട്ടെന്ന്. ഓക്കെ നമുക്ക് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. എന്നാൽ ഓക്കെ ഇവിടെ ഒരു ഡോറുണ്ട്. അതെന്താ ഒരു ശബ്ദം കേട്ടത്? ഓക്കെ ഇവിടെ ഒരു ഡോറുണ്ട്. ഡോറ് തുറക്കാൻ പറ്റുമോ? ഐ കാൺട്ട് പ്രൈ ഇറ്റ് ഔട്ട് മൈ ബെയർ ഹാൻഡ്സ്. ഓക്കെ ഇത് നമുക്ക് നമ്മുടെ വെറും കൈ കൊണ്ട് തുറക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ടൂൾ എന്തെങ്കിലും വേണ്ടി വരും ഇത് തുറക്കാൻ. സോ ടൂൾ എന്തെങ്കിലും തപ്പേണ്ടി വരും. ഓക്കെ ഓ സൈക്കിള്. എൻ്റെ ചെറിയ വയസ്സിൽ എനിക്ക് ഓർമ്മയുണ്ട് ഇങ്ങനത്തെ ഒരു സൈക്കിൾ എനിക്കുണ്ടായിരുന്നത്. ഓക്കെ അതെന്തെങ്കിലും ആകട്ടെ. ഇവിടെ എന്തോന്നല്ലോ. ഓക്കെ ഇവിടെ എന്തോ ഒരു പാറ്റേൺ ഉണ്ട്. ഓ ഈ പാറ്റേൺ ആണ് നമ്മൾ അവിടെ നേരത്തെ കണ്ട ആ പസിൽ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ട പാറ്റേൺ. ഓക്കെ നമുക്ക് അപ്പോൾ ഈ പാറ്റേൺ ഒന്നും കൂടെ നോക്കട്ടെ. ഓക്കെ ഇങ്ങനെ. ഓക്കെ അപ്പോൾ ഈ പാറ്റേൺ എടുത്ത് നമുക്ക് അവിടെ പോയി ട്രൈ ചെയ്യാം. ഓക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ. ഓക്കെ ഗൈസ് അപ്പോൾ പാറ്റേൺ ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ഓക്കെ എന്തോ ഓപ്പൺ ആയിട്ടുണ്ട്. ആ ഡോർ ഓപ്പൺ ആയെന്ന് തോന്നുന്നു. ഇതെന്താ എന്തൊക്കെ കാണിച്ചു. ആ ഡോർ ഓപ്പൺ ആയെന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ആ ഡോറ് തുറന്ന് നോക്കാം. ഓക്കെ നമ്മളപ്പോൾ ഈ ഡോറിനടുത്തെത്തി. ഓക്കെ തുറക്ക് സീസേ. എവിടെ? തുറക്ക്. എന്താ ഒരു കീ പോലെ. ഈ കീ കൊണ്ടാണ് തുറക്കണ്ടേ ഇനി. ദിസ് ഈസ് ദ കീ ടു വാർഡ്രോബോ. എന്ത് വാർഡ്രോബ് മനസ്സിലായില്ലല്ലോ. ഓക്കെ നമുക്ക് എന്തായാലും മുമ്പോട്ട് പോകാം. മുമ്പിലൊരു ഡോർ കാണുന്നുണ്ട്. ഓക്കെ അവിടെ ഒരു ഡോർ കാണുന്നുണ്ട്. ഓക്കെ ഇവിടെ ഒരു ഡോർ. ഓ ഇതെന്താ? എൻ്റെ മുന്നേ അതൊരു പ്രേതല്ലേ നിൽക്കുന്ന അവിടെ. ഇങ്ങോട്ട് കയറണ? കയറിയ പിടിക്കുവോ? ഓ അത് കണ്ട ടെറിഫിക്കാണ്. ടെറർ. കയറണോ അങ്ങോട്ട്? കയറിയ പിടിക്കില്ലല്ലോ. നമുക്ക് കയറി നോക്കാം. ഓക്കെ കയറി ഗൈസ്. അതാ ഹു ഈസ് ദ മാൻ ഓൺ ദ സ്റ്റേജ്. അതാണ് എനിക്ക് പറയാത്ത. പിടിക്കൂലല്ലോ. മുമ്പോട്ട് പോയി നോക്കാം. 1 2 3. ഇല്ല കുഴപ്പമൊന്നുമില്ല. അടുത്തുമ്പോ പിടിക്കുമോ? ഒരു ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഉറങ്ങുന്നു. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ പേടിക്കണ്ട. ദൈവമേ. ഓ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ്. അതെ എനിക്കും ഡിസ്റ്റർബ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. നമുക്ക് വന്ന പണി നോക്കി പോവാം. ഈ പസിലല്ലേ സോൾവ് ചെയ്യേണ്ടതെന്ന് എവിടെ കാണിച്ചേ? ഈ പസിലും സോൾവ് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ ഈ പസിൽ സോൾവ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് പിടിക്കുമോ? എന്തായാലും നമുക്ക് പസിൽ സോൾവ് ചെയ്യാം. ഇതെന്താ കാണിക്കണമെന്നറിയില്ല. ഈ ഡോർ ഓപ്പൺ ആക്കാനുള്ള പസിലാന്ന് തോന്നുന്നു. നമ്മൾ നേരെ കണ്ട ഡോറ് ഓപ്പൺ ആക്കാനുള്ള പസിലാണ്. എന്താ കാണിക്കണ്ടേ? നമ്മളപ്പോൾ പസിൽ സോൾവ് ആക്കി. സിമ്പിൾ ഗൈസ്, സിമ്പിൾ. ഇതൊക്കെ നമുക്ക് സിമ്പിളാണ്. സാധനം കാണുന്നില്ല. ഇതൊക്കെ ആ സാധനത്തിൻ്റെ ഫുട് പ്രിൻ്റാണ്. ആ സാധനം ഇപ്പോൾ കാണുന്നില്ല. ആ പ്രേതപ്പം എണീറ്റ് പോയി. ഇവിടെ ഫുട് പ്രിൻ്റൊക്കെ ഉണ്ട്. നമ്മളെ പുറകെ വന്നിട്ടുണ്ട്. നമ്മൾ പിടിക്കാൻ വന്നതാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ പസിൽ സോൾവ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളപ്പോഴത്തേക്കും സോൾവ് ചെയ്ത് തീർത്തതുകൊണ്ട് അത് പിടിച്ചില്ല. അങ്ങനെയാണ് ഞാൻ വെറുതെ ഓരോന്ന് പറയുന്നതാണ്. ഓക്കെ ഈ പസിൽ സോൾവ് ചെയ്യാനുള്ള സാധനം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും എനിവേ നമ്മൾ ആ പസിൽ സോൾവ് ചെയ്ത് എങ്ങനെയോ. നമുക്ക്
പോയി നോക്കാം. ഇതെന്താ ഒരു പെട്ടി പോലെ. ഐ നെവർ സീൻ എ ഡിവൈസ് ലൈക്ക് ദിസ്. ഓക്കെ, എന്തോ ഒരു ഐൻ്റെ ഐക്കൺ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓ ഇതെന്താ 4 രൂപങ്ങൾ. ഇതെന്തോ ഒന്നും മനസ്സിലാവുന്നില്ല. കൊള്ളാം. ഇതിപ്പോൾ ഈ ചർച്ചിൻ്റെ പ്രെയർ ഹാള് പോലെ ഉണ്ട് അത് കാണുമ്പോൾ. അയ്യോ, ഞാൻ ശരിക്കും നെട്ടി. ഞാൻ നന്നായിട്ട് നെട്ടി. ഞാൻ എൻ്റെ പൊന്നു, അതെന്താ സാധനം. അപ്പോൾ പ്രേതത്തിൻ്റെ കളികളൊക്കെ മെല്ലെ മെല്ലെ തുടങ്ങി ഗൈസ്. അതാ പ്രേതം ചേറും വലിച്ചോണ്ട് പോകുന്നുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ പിടിക്കുമോ നോക്കിയേക്കാം. അപ്പോൾ ചെയറല്ലേ അവിടെ ഇരിക്കുന്നത്. അയ്യോ, പ്രേതമുണ്ടോ പുറത്ത്? ഉണ്ടോ പ്രേത സാർ? ആരുമില്ലല്ലോ അല്ലേ? ആരുമില്ല. ഓക്കെ, നമുക്ക് ഇനി എന്താ ചെയ്യണ്ടേ? നേരത്തെ ആ കൈ തട്ടിയപ്പോൾ ഞാൻ ശരിക്കും നെട്ടി. ഈ ഡോർ ഓപ്പണായി. നമുക്ക് എന്തായാലും ഈ ഡോറിൽ കയറി നോക്കാം. ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. someone was trying to open the door from this side. ഈ സൈഡിൽ നിന്ന് ആരോ ഇവിടെ കണ്ടോ ഒരു ടൂളൊക്കെ ഇരിക്കുന്നത്. ഈ സൈഡിൽ നിന്ന് ആരോ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഡോറ് ഈ സൈഡിൽ നിന്ന് ഓപ്പൺ ചെയ്യാൻ ആരോ ഈ സൈഡിൽ നിന്ന് ശ്രമിച്ചിട്ടുണ്ട്. പറ്റിക്കാണൂല. ഇതെന്താ? someone is walking beside me. ബട്ട് ഐ ഡോണ്ട് ഫീൽ ഡേഞ്ചർ. നമുക്ക് പക്ഷെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ലാന്ന്. ഇതെന്താ? ദിസ് ഈസ് സം കൈൻഡ് ഓഫ് മെക്കാനിസം. ഇതെന്തോ മെക്കാനിസം ആണ്. ഓക്കെ, ഇവിടെ എന്താ? ഐ സീ എ ഹോൾ ഇൻ ദ വാൾ. അത്രേ ഉള്ളൂ. എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എന്താ? ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഓക്കെ, ഇതെന്ത് തേങ്ങയാണെന്നറിയില്ല. ഓക്കെ, ഇവിടെ മെക്കാനിസമൊക്കെ ഉള്ള പ്രേത വീടേ. അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വീടാ ഗൈസ്. ഓക്കെ, ഇവിടെ ഇനി എന്താ കാണിക്കേണ്ടത്? ഇവിടെ ഒന്നും കാണിക്കാനല്ലോ, ഇവിടെ ഒന്നും എടുക്കാനല്ലോ ഇനി. ഇപ്പം എന്താ ചെയ്യണ്ടേ? ആ പ്രേതം ഇനിയിപ്പോൾ പിന്നെ വന്നിരുന്ന അവിടെ ഇല്ല. അത് എണീറ്റ് പോയി. എങ്ങോട്ട് പോയിന്നറിയില്ല. ഇനി എങ്ങോട്ടാ പോകണ്ട? ഞാൻ എങ്ങോട്ടാ പോകണ്ടേ? ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും എടുക്കാണ്ടോ ഗൈസ്? ഈ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ സൗണ്ട്. ഇവിടെ ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു. നമുക്ക് ഇവിടെ നിന്ന് പോവാം. ഓക്കെ, ഇവിടെ ഇനി എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് തിരിച്ചു പോകാനും പറ്റില്ല. ഇതെന്താ? ഗായ്സ്, ഇതിൻ്റെ താക്കോലാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇവിടെ തുറന്ന് കിട്ടി. സോ ആരോ ടെലിഫോൺ നേരത്തെ റിങ് ചെയ്തായിരുന്നു. ഐ ഡോണ്ട് വാണ്ട് ടു കോൾ വൻ. കൊളയണ്ടേ? അത് ഇങ്ങോട്ട് കോൾ ചെയ്താൽ എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. നമുക്ക് അങ്ങോട്ട് ആരെയും കോൾ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇവിടെ ഒരു ലെറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുത്തോക്കാം. യു ഹാങ് എ കോട്ട് ഇൻ ദ ഹൗസ്. എന്തെന്ന്? യു ഹാങ് എ കോട്ട് ഇൻ ദ ഹൗസോ? നമ്മളിവിടെ കോട്ട് ഹാങ് ചെയ്യാറുണ്ട്. ഇവിടെ ഒരു ഹാങ് ബാർ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ കോട്ട് ഹാങ് ചെയ്യാം. അപ്പോൾ നമ്മൾ കോട്ട് ഇതെന്താ? അത് ആ നമ്പർ ഞാൻ നേരത്തെ ഇവിടെ കണ്ടായിരുന്നു. ഈ വാഷ് ബേ. അപ്പോൾ ഇതെടുക്കണം. അപ്പോൾ നമുക്കപ്പോൾ ഈ സാധനം കിട്ടി. ഇങ്ങനത്തെ ഒരു സാധനം കിട്ടി. ഇങ്ങനത്തെ ഒരു സാധനമല്ലേ അവിടെ ഒരു നേരത്തെ കണ്ടത്? അവിടെ ഒരു സ്ക്വയർ ഷേപ്പ് സാധനം, ആ ഹോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഓക്കെ, അപ്പോൾ അവിടെ പോയി ഫിക്സ് ആക്കണം എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് എന്താ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഒരു റേഡിയോ ഓണാക്കി. കുന്തറാണ്ടം. പ്രേതത്തിൻ്റെ കളികളൊക്കെ തുടങ്ങി. നമുക്കെന്നാ മെല്ലെ പോകാം അങ്ങോട്ടേക്ക്. തുടങ്ങി പ്രേതത്തിൻ്റെ കളി തുടങ്ങി. പ്രേതം വരുക. സൈക്കിളൊക്കെ ഉന്തി വിട്ടിട്ടുണ്ട്.
പണ്ടാരം പേടിപ്പിക്കാനായിട്ട് ഓരോന്ന്. ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ വന്നിരുന്നോ? ഇവിടെ ഒന്നുമില്ല. ഒരു പ്രേതം സാർ നമ്മളെ വട്ടം കളിപ്പിക്കുകയാണ് എന്തായാലും. ഓക്കെ, ഇവിടെ ഫിക്സ് ആക്കേണ്ട സാധനമാണെന്നാണ് എൻ്റെ ഒരു ഗസ്. ഓക്കെ, അത് സക്സസ്ഫുള്ളി നമ്മൾ ആ സാധനം അവിടെ ഫിക്സ് ആക്കി. അപ്പോൾ ഈ മെക്കാനിസം തന്നെ കറങ്ങാനൊക്കെ തുടങ്ങി. ഓക്കെ, കൊള്ളാം മെക്കാനിസം. അപ്പോൾ നമുക്ക് വേറൊരു ഡോർ ഓപ്പൺ ആക്കി കിട്ടി. ഇതെന്താ? യു ഫൈൻഡ് യുവർ സെൽഫ് ഇൻ എ പ്ലേസ് വിത്ത് ഓൺലി വൺ എക്സിറ്റ്. ഫൈൻഡ് 4 keys ടു അൺലോക്ക് എ സ്മോൾ ഡോർ. എ ചാലഞ്ചിങ് അഡ്വഞ്ചർ അവൈറ്റ്സ് യു. ഓക്കെ, നമ്മൾ അപ്പോൾ എന്താണ് ഒരു എക്സിറ്റ് മാത്രമുള്ള ഒരു സ്ഥലമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ആ എക്സിറ്റ് ഓപ്പൺ ആക്കാൻ 4 കീ വേണം ഒരു സ്മോൾ ഡോർ ഓപ്പൺ ആക്കാൻ. സോ അപ്പോൾ എ ചാലഞ്ചിങ് അഡ്വഞ്ചർ അവൈറ്റ്സ് യു. അത് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, ഒരു വലിയ അഡ്വഞ്ചർ ആണെന്നാണ് പറയുന്നത് ഇത്. ഓക്കെ, നമ്മൾ വന്ന ഡോർ ക്ലോസ് ആയി. അതാ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഡോർ ഈസ് ലോക്ക്ഡ് ഷട്ട്. അതാ, ഇനി അങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ നമ്മൾ വന്ന സ്ഥലം ക്ലോസ് ആയി. ഇനി നമ്മളിങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ എന്തായാലും ഇത്ര നേരം നമ്മൾ കണ്ടതൊക്കെ ട്രെയിലറാണെന്ന് തോന്നുന്നു. ഇനിയായിരിക്കും ഇങ്ങോട്ട് മെയിൻ പിക്ചർ. ഗൈസ്, എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇപ്പം തന്നെ കുറച്ച് ലെങ്തായെന്ന് തോന്നുന്നു. സോ എന്തായാലും ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. പുതുതായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഹൊറർ ഗെയിമൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. എന്നാൽ പിന്നെ ഓക്കെ, നമുക്ക് അടുത്ത ഗെയിം വരുന്നവരെ നിങ്ങൾ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. അടുത്ത പാർട്ട് എന്തായാലും ഞാൻ പെട്ടെന്ന് തന്നെ ഇടും. അതും എല്ലാവരും കാണുക. സോ ഓക്കെ ഗൈസ്, അടുത്ത പാർട്ട് വരുന്നവരെ ബൈ ഗൈസ്, ബൈ. ഞാൻ പോകുന്നു. ബൈ.